അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ രണ്ടാം ദിവസം അതിഗംഭീരമായിട്ട് അവസാനിച്ചിരിക്കുകയാണ്. എന്ത് തോന്നുന്നു ഇന്നത്തെ എപ്പിസോഡ് കണ്ടതിന് ശേഷം? സ്ക്രിപ്റ്റഡ് ആണോ എന്ന് ബിഗ് ബോസ് വരെ ചോദിച്ചു അല്ലേ? നിങ്ങൾക്ക് തീർച്ചയായിട്ടും സംശയം ഉണ്ടായിരിക്കാം സ്ക്രിപ്റ്റഡ് ആണോ എന്നുള്ളത്. അത് സ്ക്രിപ്റ്റഡ് തന്നെയാണ്. അതായത് കണ്ടസ്റ്റൻസ് വീട്ടിലിരുന്ന് നല്ലപോലെ ഹോംവർക്ക് ചെയ്ത് പഠിച്ച് നാളെ എന്ത് ചെയ്യണം, മറ്റന്നാൾ എന്ത് ചെയ്യണം, അതിന്റെ പിറ്റേന്ന് എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ള രീതിയിൽ വന്നാണ് അതെല്ലാം ബിഗ് ബോസ് 7 പണി കൊടുത്ത് പൊളിക്കും എന്നുള്ളത് വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും. എന്തായാലും ബിഗ് ബോസ് തന്നെ അങ്ങനെ ചോദിച്ച ആദ്യ പണി കൊടുത്തത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതോടൊപ്പം തന്നെ ഷാനവാസിന്റെ തീർച്ചയായും ഇപ്പോഴും ആ ഒരു ചീപ്പ് ഗെയിമിലൂടെ തന്നെയല്ലേ ഷാനവാസ് പൊക്കോണ്ടിരുന്നത്. ഇന്നലെ നമ്മൾ ഷാനവാസിനെ പറ്റി പറഞ്ഞതാണ്. ഇന്നും പുള്ളിക്കാരൻ അതേ കണ്ടിന്യൂറ്റി തന്നെയാണ് നടക്കുന്നത്. വസ്ത്രധാരണത്തിന്റെ പേരിൽ വീണ്ടും കിസൈലിനോട് ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ രേണുസുതി എവിടെയാ? അതോടൊപ്പം നമ്മുടെ ശാരിക എവിടെ? ഇവരൊക്കെ വന്ന് വലിയ ബോംബ് പൊട്ടിക്കുന്നായിരുന്നു നമ്മൾ സോഷ്യൽ മീഡിയയിൽ മൊത്തം കണ്ടിട്ടുണ്ടായിരുന്നത്. ഇവർ രണ്ടും കാണാൻ പോലും കിട്ടാനില്ല. മഷിയിട്ട് അല്ലെങ്കിൽ ലെൻസ് വെച്ച് നോക്കണം ഇവരൊക്കെ എവിടെയാണെന്നുള്ളത്. എനിവേസ്, എല്ലാവർക്കും BBM ടോക്ക് വിത്ത് പ്രഷ്യൂ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ എന്റെ ചാനൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം മറക്കരുത്. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ്, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. തെറ്റിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പം എനിവേസ് നമുക്ക് ഇന്നത്തെ മാറ്ററിലേക്ക് കിടക്കാം. ആദ്യം തുടങ്ങുന്നത് തന്നെ ഗുഡ് മോർണിംഗ് ടാസ്കിലായിരുന്നു. ഗുഡ് മോർണിംഗ് ടാസ്ക് അല്ല, ഒരു ഗുഡ് മോർണിംഗിന്റെ പ്രശ്നത്തിലായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അനീഷ്, ഞാൻ പറഞ്ഞില്ല, അനീഷ് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കുക. എല്ലാവരും ഇങ്ങനെ പോയി ചൊറിയുക, കണ്ടന്റ് ഉണ്ടാക്കുക, ക്യാമറ സ്പേസിൽ വരിക, സ്ക്രീൻ സ്പേസ് ഒപ്പിക്കുക. അനീഷ് നല്ല, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ സ്ക്രിപ്റ്റഡ് ആണോ എന്ന് പറഞ്ഞില്ലേ, എല്ലാവരും പഠിച്ചിട്ടാണ് വന്നത്. ഇതിൽ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ട് പഠിച്ചിട്ട് വന്നേക്കുന്നത് അനീഷാണ്, ഒരു ഡൗട്ടും വേണ്ട. അനീഷ് ഒറ്റയാൾ, അതായത് ഒറ്റയ്ക്ക് നിൽക്കുക, ബാക്കിയുള്ളവരെല്ലാം ഓപ്പോസിറ്റ് ആക്കുന്ന നമ്മുടെ സെക്കൻഡ് സീസണിലെ നമ്മുടെ രജിത് സാർ എങ്ങനെയായിരുന്നു ആ സെയിം ഒരു രീതിയാണ് പുള്ളി ഫോളോ ചെയ്യാൻ വരുന്നത്. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ 1 വേഴ്സസ് എല്ലാവരും എന്ന് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് പുള്ളിക്കാരനോടൊരു താല്പര്യം തോന്നും. അത് സ്വാഭാവികമാണ്. എല്ലാവർക്കും ഒരു സോഫ്റ്റ് കോർണർ തോന്നും. അപ്പോൾ പുള്ളിക്ക് ടോപ്പിലേക്ക് കയറി വരാൻ പറ്റും എന്നുള്ള കൃത്യമായ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് അനീഷ് വന്നിരിക്കുന്നത്. ഈസി ആയിട്ട് മനസ്സിലാക്കാം. പക്ഷെ സത്യത്തിൽ അതിലെല്ലാവരും പെട്ടുപോയിട്ടുണ്ട് കേട്ടോ. അതിലെല്ലാവരും പെട്ടുപോയിട്ടുണ്ട്. അതിൽ ആദ്യം പെട്ടുപോയിരിക്കുന്ന ആരൊക്കെന്ന് അറിയാമോ? അപ്പാണി ശരത്താണ് ഇതിൽ മെയിൻ പെട്ടേക്കുന്നത്. അപ്പാണി ശരത്തിനാണെങ്കിൽ ഇവൻ വാ തുറക്കുന്ന പോലും ഇഷ്ടമല്ല. വാ തുറന്നു കഴിഞ്ഞാൽ ചാടി അടിക്കാനായിട്ട് വരിക. അതോടൊപ്പം തന്നെ അപ്പാണി ശരത്തിന് ഒരു ഗ്യാങ് ഇപ്പോൾ രൂപം കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പാണി ശരത്ത് അതിന്റെ ക്യാപ്റ്റനായിട്ട് ഒരു ലീഡ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. അപ്പാണി ശരത്തിന്റെ വാക്കുകൾക്ക് മറ്റുള്ളവർ കാതോർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അനീഷിന് അതൊരു ബെനിഫിറ്റ് ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും. എന്തായാലും ടോപ്പിക്കിലേക്ക് വരാം. അതായത് ആരോ പോയി ഗുഡ് മോർണിംഗ് പറഞ്ഞു. ഗുഡ് മോർണിംഗ് പറഞ്ഞപ്പോഴത്തേക്ക് ഇവൻ പറഞ്ഞു ഗുഡ് മോർണിംഗ് പറയാൻ പറ്റത്തില്ല, അതിന് പകരം സുപ്രഭാതം എന്ന് പറയണം, മലയാളം പറയണമെന്ന് പറഞ്ഞു. ഇതിലാണ് ഫസ്റ്റ് അടി തുടങ്ങുന്നത്. ഇതൊക്കെ എന്ത് അടിയാണല്ലേ, ചുമ്മാ ക്രിയേറ്റ് ചെയ്ത് അതും പറഞ്ഞ് കുറേ നേരം അടിയായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ആയിട്ടുകൊണ്ടിരുന്നപ്പോൾ അവിടെയും വന്നിട്ട് നമ്മളെ റെന ഫാത്തിമ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും പുള്ളി കൃത്യമായിട്ട് പറയുന്നു മലയാളത്തിൽ സംസാരിച്ചൂടെ എന്ന് ചോദിക്കുന്നത് തന്നെ പുള്ളി ഇംഗ്ലീഷ് പറഞ്ഞിട്ടാണ് ചോദിക്കുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അത് കഴിഞ്ഞ് ഈ സംസാരം ഇടയിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഈ അക്ബർ വന്ന് ചുമ്മാ ഷോ കാണിക്കാൻ നോക്കി. അക്ബർ വന്ന് പറഞ്ഞ് കുറേ ഇത് ചെയ്തിട്ട് ഇവർ പിടിച്ചിങ്ങനെ തള്ളി കേട്ടോ. അത് അലൗ ചെയ്യാൻ പാടില്ല കേട്ടോ. അനീഷിന് അത് പ്രശ്നമാക്കായിരുന്നു. പിടിച്ച് തള്ളിയിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. പിടിച്ച് തള്ളിയിട്ടുണ്ടായിരുന്നു. ഒരിക്കലും ഫിസിക്കലായിട്ട് ടച്ച് ചെയ്യാനോ അയാളുടെ അനുവാദം ഇല്ലാതെ ഒന്നും ചെയ്യാനായിട്ട് ആർക്കും സാധ്യമല്ല. അത് പക്ഷേ അനീഷ് ശ്രദ്ധിച്ചതുമില്ല. അനീഷ് അതിൻ്റെ സ്പിരിറ്റിൽ വിട്ടതെന്ന് തോന്നുന്നു. കാരണം സത്യത്തിൽ പുള്ളിക്കാരൻ ഭയങ്കര ഡീസൻ്റ് ആട്ടോ. പുള്ളിക്കാരൻ നല്ല ഒന്നാന്തര ഗെയിമറാണ്. ഗെയിം കളിക്കാൻ തന്നെയാണ് പുള്ളി വന്നിരിക്കുന്നത്, ഒരു ഡൗട്ടും വേണ്ട. അത് കഴിഞ്ഞതിന് ശേഷം ഉടനെ ശരത്തിന്റെ ഷോ അപ്പ് ബ്ലാഡി എന്ന് പറഞ്ഞ് കുറേ ചാട്ട കാണിക്കുന്നുണ്ടായിരുന്നു. ചുമ്മാ അനീഷിന് സ്പേസ് കിട്ടുന്നതല്ലാതെ വേറെ പ്രത്യേകിച്ച് ഇതിലൊരു ഗുണം ഉണ്ടാവാൻ പോകുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ശരത്തിന് എന്തോ പെടലി വേദന ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പെടലി വേദന ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ശരത്തിന് ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ അനു പറഞ്ഞു, എനിക്ക് നിനക്ക് എന്തിനാ ഡോക്ടറെ കാണുന്നത്? സ്വാഭാവികമായിട്ടും പറയുന്ന ആരാണ്, നമ്മളാണെങ്കിലും പറയുമല്ലോ, നമ്മളൊരു ചെറിയ കേസ് വരുമ്പോഴത്തേക്ക് അത് കാണേണ്ട ആവശ്യമില്ല. ആ രീതിയിൽ പറഞ്ഞു വിട്ടതാണ് സംഭവം. അതിനിടയിൽ ഞാൻ നേരത്തെ നമ്മുടെ കമ്പനിയിൽ പറഞ്ഞേക്കുന്ന കണക്ക് ഷാനവാസിന്റെ അടുത്ത ചീഫ് ഗെയിം അവിടെയാണ്. അവിടെ വന്ന് ഷാനവാസ് ഇത് നോർമലൊന്നും അല്ല കേട്ടോ. ഇത് മീൻസ് ഒരു തമാശ പരിപാടിയൊന്നുമല്ല. പുള്ളിക്കാരി പറഞ്ഞതിനെ കംപ്ലീറ്റ് ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് പറയുക. അതായത് ഡോക്ടേഴ്സ് എല്ലാം കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ ഇരിക്കുന്നത് എന്ന് അനു പറഞ്ഞു. അവിടെ ഓൾറെഡി ഡോക്ടർ ഉണ്ട്. അപ്പൊ പിന്നെ ആ ഡോക്ടർ ചാടി ബിന്നി വരുന്നു.
അതിനുശേഷം അവരെ ക്ലാഷ് ആവുന്നു. മൊത്തത്തിൽ ഷാനവാസ് ഇതിനെങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് കംപ്ലീറ്റ് ഹൗസ് അറിയുന്നു. അവളിങ്ങനെ പറഞ്ഞു, ഡോക്ടർമാർ ആക്ഷേപിച്ചു, മറ്റത് പറഞ്ഞു, മറിച്ചത് പറഞ്ഞു എന്ന് പറഞ്ഞ് ഷാനവാസ് ഇങ്ങനെ കൊണ്ടുപോവുക. എന്താവശ്യത്തിന് അനുവോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. അനു പറഞ്ഞത് കറക്റ്റാണ്. പിന്നെ അനുവിൻ്റെ അടുത്ത ഇത് തുടങ്ങി. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കരച്ചിൽ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങിയിരിക്കുന്നത്. ദാറ്റ് ഇസ് നോട്ട് അക്സെപ്റ്റബിൾ. നമ്മൾ ഈ ഷോയിലൊക്കെ വരുമ്പോൾ ഇപ്പോഴും ഈ സീസണിൽ 7 ആയിട്ടും ഇരുന്ന് മോങ്ങുക എന്നൊക്കെ പറയുന്നത് അൺഅക്സെപ്റ്റബിൾ. ആരെ എന്ത് ക്യാരക്ടറാണെന്ന് പറഞ്ഞാലും ശരി. അതിന് പറഞ്ഞു ഇരുന്ന് 1.5 മണിക്കൂർ അവിടെ ഇരുന്ന് മോങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും പോയി. എന്തായാലും മോങ്ങലുകൊണ്ട് ഉപയോഗം ഉണ്ടായി. എല്ലാവരും റെക്കഗ്നൈസ് ചെയ്തു ഷാനവാസ് ആണ് തെണ്ടിത്തരം കാണിച്ചെന്നുള്ളത് എല്ലാവരും റെക്കഗ്നൈസ് ചെയ്തു. അതിനുശേഷം ഷാനവാസ് സോറി ഒന്നും പറഞ്ഞില്ല. അവിടെ പോയി ഇരുത്തി സമാധാനിപ്പിക്കൊക്കെ നോക്കി. അതിനുശേഷം വീണ്ടും എല്ലാവരും ഇത് വന്നപ്പോഴത്തേക്ക് ഷാനവാസ് വീണ്ടും റേസ് ചെയ്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇത് ഭയങ്കര ഇതാണ്. അതിനുശേഷം ഷാനവാസ് ഇവര് ബെഡ്റൂമിൽ ഇരിക്കുമ്പോഴത്തേക്ക് വീണ്ടും ഗിസൈലിനെതിരെ പറയുന്നുണ്ടായിരുന്നു. ഗിസൈലിന് പക്ഷേ ഇപ്പോഴും മനസ്സിലായില്ല. ഗിസൈൽ ഇപ്പോൾ നന്നായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. അത് പറയാൻ പറ്റുപോയി. ഗിസൈലിന് മറ്റേ ശരത്ത് ഒന്ന് സ്ക്രൂ ചെയ്ത് കൊടുത്തതിന് ശേഷം ഗിസൈൽ നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഗിസൈലിന് എൻറ്റയർ ഡേ നല്ല സൂപ്പറായിട്ടുള്ള അഭിനയത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഗിസൈൽ കയറിയാണ്. ഗിസൈൽ നന്നായിട്ട് മലയാളം പറയുന്നുണ്ട്. ഞാൻ കരുതിയത് ഗിസൈലിന് അത്ര നന്നായിട്ട് മലയാളം പറയാൻ അറിയത്തില്ല. മുംബൈയിൽ വളർന്നു വന്നതല്ലേ, അതോടൊപ്പം ബിഗ് ബോസ് ഇന്ത്യയിലൊക്കെ പോയ ആളല്ലേ. അപ്പോൾ ഗിസൈൽ ഇത്ര നന്നായിട്ട് സംസാരിക്കുമെന്ന് അറിയത്തില്ല. ഗിസൈൽ നന്നായിട്ട് കളിക്കുന്നുണ്ട്. അത് നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഗിസൈലിനോട് പുള്ളിക്കാരൻ പറഞ്ഞത് കേരളത്തിൽ ഒരു രീതിയുണ്ട്. ഇത് കാണുന്ന, അതായത് നമ്മളെ ജഡ്ജ് ചെയ്യാണ്. ഇത് കാണുന്ന ഓരോരുത്തരെയും ഷാനവാസ് ജഡ്ജ് ചെയ്ത് പറയുക, കേരളത്തിലുള്ള ഓരോരുത്തരും ഇങ്ങനെയായിരിക്കും, നിങ്ങളുടെ കോസ്റ്റ്യൂംസിനെ പറ്റി കരുതുക, അല്ല ഇപ്പം നിങ്ങളുടെ രീതി എന്ന് പറയുന്നത് ഇതാണ്, സോ അത് മലയാളികൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല, നിങ്ങൾക്ക് അതുകൊണ്ട് വോട്ട് കിട്ടത്തില്ല. ഇയാൾ ആരാ ഇതൊക്കെ തീരുമാനിക്കുക? നമ്മളല്ലേ വോട്ട് ചെയ്യുന്നത്? നമ്മളെ ഇങ്ങ് വിലയിരുത്തി നമ്മളിങ്ങ് ഇപ്പോഴും നമ്മൾ 2025 നമ്മൾ എത്രത്തോളം ഡെവലപ്ഡ് ആയി എന്നുള്ളത് പുള്ളിക്കാരൻ അറിയത്തില്ല എന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എനിവേഷ് പക്ഷേ അത് ഗിസൈലിന് സംഭവം പിടിയിട്ടില്ല. ഗിസൈൽ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് എപ്പോഴെങ്കിലും ഒന്ന് പറയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ആരായിട്ട് അടുത്ത വീക്കിൽ വരുമ്പോഴത്തേക്ക് ഒന്ന് പറയുമ്പോഴത്തേക്കെങ്കിലും മനസ്സിലാക്കണം ഗിസൈൽ എന്ത് പറഞ്ഞിട്ടാണ് ഷാനവാസ് വോട്ട് ചെയ്തതെന്നും. എന്നാൽ മാത്രമേ ഗിസൈൽ അത് കത്തത്തുള്ളൂ. ഇത് സംഭവം കത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഗിസൈൽ അത് ചിരിച്ച് കളഞ്ഞു വിട്ടത്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസ് തന്നെ നേരെ ഇവരെ ഗാർഡനിലോട്ട് വിളിക്കുന്നു. മോർണിംഗ് ടാസ്ക് കൊടുക്കുകയാണ്. മോർണിംഗ് ടാസ്ക് കൊടുത്തപ്പോഴാണ് ബിഗ് ബോസ് ചോദിച്ചത്, നിങ്ങളൊക്കെ എന്തൊക്കെയാണ് കാട്ടി കൂട്ടുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവിടുന്ന് അടി, തൊട്ടാടി, ചൊറിഞ്ഞാടി. ഇന്നലെ അതിനിടയിൽ ജെട്ടിക്കടിക്കുണ്ടായിരുന്നു. എല്ലാ വർഷവും ഉള്ളതാണ് ജെട്ടിക്കടി. അതായത് ഗിസൈലിന്റെ ജെട്ടിയെ കൊണ്ടുവന്ന് ബാത്റൂമിന്റെ വെളിയിൽ അവിടെ ഒരു തത്തമ്മ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ തത്തമ്മയുടെ കണ്ട് തൂക്കിയിട്ട് അത് ബാത്റൂം ടീമുകാരെ കണ്ട് ഇവിടെ തൂക്കിയിടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ നിന്നൊരു ജെട്ടിക്കടി ഉണ്ടായിരുന്നു. ഞാനത് ശ്രദ്ധിച്ചായിരുന്നു, പക്ഷെ എനിക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷെ ഇന്നും അതിന്റെ കണ്ടിന്യൂവേഷൻ നടക്കുന്നുണ്ട്. അനീഷ് എടുത്ത് മറ്റേ ടാസ്ക് വന്നപ്പോഴത്തേക്ക് അനീഷ് പറയുന്നുണ്ടായിരുന്നു ഇവരുടെ അടിവസ്ത്രം കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് ഞാൻ എടുത്ത് മെൻഷൻ ചെയ്തു എന്നുള്ളൂ. അല്ലാതെ ഇത്ര ചീപ്പ് ടോപ്പിക് ഒന്നും എടുക്കാൻ എനിക്ക് താല്പര്യമില്ല, ഉണ്ടായിട്ടല്ല. അങ്ങനെ ചീപ്പ് ടോപ്പിക് എടുത്തിട്ട് ഇത് റേറ്റിംഗ് കൂട്ടുന്ന ആൾക്കാരുണ്ട്, എന്നാ പരിപാടി കിട്ടത്തില്ല കേട്ടോ. എനിവേസ്, അത് കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസ് പറയുന്നു നിങ്ങൾ രാവിലെ നടന്ന സംഭവങ്ങളെല്ലാം റീക്രിയേറ്റ് ചെയ്യണം. അപ്പോഴത്തേക്ക് റീക്രിയേറ്റ് ചെയ്തപ്പോഴത്തേക്ക് അതിനും അനീഷ് ഇടപെട്ട് അതിനും വീണ്ടും അടി കിടക്കുന്നുണ്ട്. എന്തിനാണാവോ? എനിവേസ്, അത് വിട്. അത് കഴിഞ്ഞ ശേഷം നമ്മുടെ അപ്പാണി ശരത്ത് ഒന്ന് സ്ക്രൂ ചെയ്തത് നമ്മുടെ ഗിസൈലിന് പോയി, അതായത് നീ മേക്കപ്പ് ഇട്ട് മാത്രം നടന്നാൽ മതിയോ, ഇവിടെ ഷോയ്ക്കല്ലേ വന്നേക്കെന്ന് പറഞ്ഞാൽ. സത്യം പറഞ്ഞാൽ അതുവരെ ഗിസൈൽ ഉറങ്ങി തന്നെ ഇരിക്കുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പണി ഏറ്റതിന് ശേഷമാണ് ഗിസൈൽ നല്ല ആക്റ്റീവായിട്ട് കയറി വന്നത്. അതുവരെ ഗിസൈൽ ഉറങ്ങിയിരിക്കുന്നു. ഇതുപോലെ പോയി ഒന്ന് ചൊറിഞ്ഞപ്പോഴത്തേക്ക് അവർ പ്ലാൻ ചെയ്ത് ചൊറിഞ്ഞാണ്. ഇറ്റ്സ് എ ഫൺ, അതൊരു ഫണ്ണായിട്ട് തന്നെ കൂട്ടാം, അതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഗിസൈൽ അത് സീരിയസ് ആയിട്ട് എടുത്തു. ഗിസൈൽ അതിനുശേഷം ഭയങ്കര ആക്റ്റീവായി അപ്പാനി ശരത്തിനെ കയറി നീ ഒരു ഗുണ്ടയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പാനി ശരത്തിനും അത് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഇടയിൽ ഒരു കോൾഡ് വാർ നടക്കുന്നുണ്ട്. സംഭവം അനുവും ഗിസൈലും തമ്മിൽ ഒരു മുൻജന്മ ശത്രുക്കളെ പോലെ നിന്ന് അടി നടക്കുന്നുണ്ട്. ഇന്നലെ കണ്ട അനു ഇട്ട ചായക്ക് ടേസ്റ്റ് കുറവായിരുന്നു, അല്ലെങ്കിൽ അനു ഇട്ട ചായക്കത്ത് കടുപ്പം കുറവായിരുന്നു പറഞ്ഞ് ഗിസൈൽ സെപ്പറേറ്റ് ആയിട്ട് വന്ന് ഇത് ചെയ്യുന്നു. അനുവിന് ഇത് ഇഷ്ടപ്പെടുന്നില്ല. അനു അത് എടുത്തിട്ട് ഇടുന്നു. ഇവർ രണ്ടും കൂടെ അവിടെ നിന്ന് എന്നും പറഞ്ഞ് അടി, ചായക്കടി. ഇതൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് കേട്ടോ. എനിവേസ്, പക്ഷേ ഇതൊക്കെ മാറ്റർ കേട്ടോ. അവിടെ അതിനകത്ത് നിൽക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ മാറ്റർ തന്നെയാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ടാസ്ക് കൊടുക്കുന്നത് ഇപ്പോഴും നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോഴും ഇവരുടെ തിങ്സ് ഒന്നും, ഇവരുടെ പേഴ്സണൽ തിങ്സോ ഒന്നും ഇവർക്ക് കിട്ടിയിട്ടില്ല. അതായത് ഇപ്പോഴും ബിഗ് ബോസ് എടുക്കുന്ന ആ 1-2 വസ്ത്രങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ വീണ്ടെടുക്കാനും അതോടൊപ്പം തന്നെ കുറച്ച് ഭക്ഷണ സാധനങ്ങളെല്ലാം കിട്ടുന്നതിന് വേണ്ടിയിട്ട് പണിപ്പുരയിലേക്ക് ഒരു ടാസ്ക് ഉണ്ടാവുമെന്ന് ഇന്നലെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തിരുന്നുണ്ടല്ലോ. ആ ടാസ്ക് ഇന്ന് നടന്നു. അതായത് കുറച്ച് ഒരു 20 സെക്കൻഡിനകത്തുള്ള സമയമായിരിക്കും കൊടുക്കുന്നത്. അതായത് 5 റൗണ്ടായിട്ടുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. ഇന്ന് 1 റൗണ്ടാണ് നടന്നത്. ഈ 20 സെക്കൻഡിനിടയിൽ ഇന്ന് 16 സെക്കൻഡ് ആയിരുന്നു നടന്നെന്ന് തോന്നുന്നു.
തന്നു. ഈ 16 സെക്കൻഡിനിടയിൽ ഇത്ര പോയിന്റ്സിനുള്ള ഐറ്റംസ് ആണ് ഇവർ കളക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിനായി സെലക്ട് ചെയ്തേക്കുന്ന അക്ബറിനെയും നമ്മുടെ നൂറ ആൻഡ് ഫാത്തിമയും അവർ ആദിലയും ആണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവർ മൂന്നുപേരും കൂടെ പോയി ഇത് അവിടെ പോയി കുളമാക്കി. 16 സെക്കൻഡ് ആരും മൈൻഡ് ചെയ്തില്ല. കുറേ കണ്ണി സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ട് വെളിയിൽ കൊണ്ടുവന്ന് അപ്പോഴത്തേക്ക് ബിഗ് ബോസ് പറഞ്ഞ് അടിപൊളി ആയിട്ടുണ്ട്, പൊളിച്ചടുക്കി. അത് കഴിഞ്ഞിട്ട് പറഞ്ഞ് ടൈം ഔട്ട് ആയിരുന്നു, സോ അതുകൊണ്ട് ആർക്കും ഒന്നും കിട്ടാൻ പറ്റില്ല. ആ ടാസ്ക് തന്നെ ആദ്യമേ തന്നെ കുളമാക്കിയിട്ടുണ്ട്. ഇത് സംഭവം ഇങ്ങനെയല്ല കളിക്കേണ്ടത്. ഒരാൾ കൗണ്ട് ചെയ്യണം, ഒരാൾ ടൈം കൗണ്ട് ചെയ്ത് മറ്റു രണ്ടുപേരും കൂടെ ചേർന്ന് ഇത് ചെയ്യണം. അവിടെ ടി വി വെച്ചിട്ടുണ്ട് കൗണ്ടിങ് ടൈം. ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. വെളിയിലുള്ളവർ വിളിച്ച് പറഞ്ഞ് ഇവർക്ക് മനസ്സിലാവത്തില്ല. ഒരാൾ അവിടെ ടൈം കോൺസെൻട്രേറ്റ് ചെയ്യാൻ മാത്രമായിട്ട് നിൽക്കണം. ടൈം കോൺസെൻട്രേറ്റ് ചെയ്ത് നിന്ന് മാത്രമേ കറക്റ്റായിട്ട് പോയിന്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ചുമ്മാ പോയി ഇങ്ങനെ വലിച്ചു വാരിയിട്ടിട്ട് പിന്നെ ആദ്യത്തെ പരിചയക്കുറവിൻ്റെ ഒരു ഇതാണ്, അത് വിടാം, കുഴപ്പമില്ല, ഇനി പോകുമ്പോഴത്തേക്ക് ശരിയാവും. അത് കഴിഞ്ഞതിന് ശേഷമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ടാസ്ക് വന്നത്. പക്ഷേ ആ ടാസ്കിന് അത്ര ഒരു ഇതുണ്ടാകത്തില്ല. ഇവർ സർവൈവ് ചെയ്യുമെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടാസ്കാണ് സംഭവം. അതായത് അവിടെ ആരാണോ തുടരാൻ അവർക്ക് ഇതില്ലാത്തത്, തുടരാനായിട്ടുള്ള ക്വാളിറ്റി ഇല്ലാത്തത് എന്നുള്ളത് കണ്ടസ്റ്റൻസ് തിരഞ്ഞെടുക്കണം. 4 പേരായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. ഈ 4 പേരും രാത്രി ആയി കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വെളിയിലായിരിക്കും നിൽക്കേണ്ടത്. അവർക്ക് അകത്ത് കയറി കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. വെളിയിൽ ഒരൊറ്റ ബെഡ് കൊടുത്തിട്ടുണ്ട്. ഈ ബെഡിനകത്ത് ഒരാൾക്ക് ഒരേ സമയം കിടക്കാം, ബാക്കിയുള്ളവർ സൈഡിൽ എവിടെയെങ്കിലും പോയി ഇരുന്നോളണം. ഓക്കെ, ഇത് ഇവിടെ ഇരുന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ വെളിയിൽ അകത്തുള്ള കണ്ടസ്റ്റൻസോ അവർക്ക് ആർക്കെങ്കിലും കൊണ്ടുവന്ന് ഇവർ അറിയാണ്ട് പതുക്കെ പൊക്കി കൊണ്ടുവന്ന് അവിടെ ഒരു റെഡ് മാർക്ക് ഏരിയ വെച്ചിട്ടുണ്ട്, അത് കാണിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ആ ഏരിയയിൽ അവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ പൊക്കിക്കൊണ്ട് അവരെ ഉണരാതെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ആ കണ്ടസ്റ്റന്റ് ഇതിൽ നിന്ന് എവിക്റ്റഡ് ആവും. പക്ഷേ അങ്ങനെ എന്തായാലും നടക്കാൻ പോകണമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ 7ന്റെ പണിയാണ്, എന്ത് വേണമെങ്കിലും പറയാം, അതുകൊണ്ടൊന്നും പറയാനും പറ്റത്തില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് നടക്കാൻ പോകുന്നില്ല. ബട്ട് സ്റ്റിൽ ഒരു സർവൈവൽ ആയിട്ടുള്ളതാണ്. 4 ദിവസം ഒരു ഉറങ്ങാണ്ട് അവരൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമല്ലോ. അവരൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഉറങ്ങാണ്ടൊക്കെ ഇരിക്കുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളതാണ്. അറിയത്തില്ല എങ്ങനെ പോകുന്നുള്ളത്, നമുക്ക് അതിരുന്ന് കാണാം. അവസാനം വരെ അതിലൊക്കെ നല്ലതുപോലെ ഗിസയിൽ കളിക്കുന്നുണ്ടായിരുന്നു. ഗിസയിൽ നല്ല സ്ട്രോങ് ആയിട്ട് ഉറങ്ങാണ്ട് ബാക്കിയുള്ളവർ കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്ക് ഗിസയിൽ ഉറങ്ങാണ്ട് തന്നെ ഇരിക്കുന്നു. ഇനി ഗിസയിൽ വല്ല പണി ഒപ്പിക്കുകയില്ല എന്നുള്ളത് നമുക്ക് നാളെ അറിയാൻ പറ്റും. ഓക്കെ, അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ മെയിനായിട്ട് നടന്നത്. പിന്നെ ചൊറിയുന്നതിനും അവിടുന്ന് ഇവിടുന്ന് എല്ലാം അടിയുണ്ട്. ഇതിനിടയിൽ ഞാൻ ശ്രദ്ധിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം ആകാംക്ഷയോടുകൂടി ബിഗ് ബോസ് അനൗൺസ് ചെയ്യുമ്പോൾ തൊട്ട് നമ്മൾ കാത്തിരുന്ന 2 കണ്ടസ്റ്റൻസ് ആയിരുന്നു. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു നമ്മുടെ രേണു. 1ാം സ്ഥാനത്ത്. 2ാം സ്ഥാനത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ശാരിക വന്നത്. ശാരികയുടെ ഇന്റർവ്യൂ എല്ലാം കണ്ട് നമ്മളിങ്ങനെ പിടിച്ചു വെച്ചേക്കൂല്ലേ, ശാരിക രേണുവിനെ കാണാനില്ല. 7 ഞാൻ ലെൻസ് വെച്ചൊക്കെ നോക്കി, എന്നിട്ടും അവരെയും കാണാനില്ല. എനിക്കറിയത്തില്ല അവര് ഷോ ആയിട്ട് എത്രത്തോളം ഇതാവും എന്നുള്ളത്. അതോ ഇനി വരും ദിവസങ്ങളിൽ അവർ ആക്റ്റീവ് ആവും ഇല്ല എന്നുള്ളത് അറിയത്തില്ല. ഇപ്പൊ എന്തായാലും നിലവിൽ ഇവർ അത്ര ആക്റ്റീവായിട്ട് തോന്നുന്നില്ല. സോ ഈ 2 ദിവസത്തിൽ ഒരു ഓൾ ടുഗദർ എടുക്കുകയാണെങ്കിൽ കുറച്ച് ആൾക്കാർ ഇപ്പോഴും ലൈവ് ലൈറ്റിലേക്ക് വന്നിട്ടില്ല. അവർ ഒതുങ്ങി തന്നെ നിൽക്കുകയാണ്. കുറച്ച് പേര് വന്നിട്ടുണ്ട്. അവരിലെ പഠിച്ചു വെച്ച സാധനങ്ങളെല്ലാം ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഭവം ഇവർ പഠിച്ചു വന്നത് വേറൊരാൾക്ക് വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഇത് ഔട്ട് ഓഫ് സിലബസ് ചോദ്യമായിപ്പോയി. അനീഷാണ് ഇപ്പോൾ കയറി പിടിച്ചേക്കുന്നത്. സോ അനീഷ് എന്തായാലും നന്നായിട്ട് കളിക്കുന്നുണ്ട്. അനീഷിന്റെ സ്ട്രാറ്റജി ക്ലിയർ ആൻഡ് ക്രിസ്പാണ്, ഒരു ഡൗട്ടും വേണ്ട. പക്ഷെ അതിൽ സ്റ്റിൽ ഇവരിപ്പോഴും പോയി വീണൊടുക്കുകയാണ്. ഇതാണ് ഈ 2 ദിവസത്തെ എൻ്റെ അനലൈസ് എന്ന് പറയുന്നത്. നിങ്ങൾക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റുകളും കാര്യങ്ങളും എൻ്റെ യൂട്യൂബ് ചാനലിൽ രേഖപ്പെടുത്താവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ മാത്രമേ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടോ അല്ലെങ്കിൽ എൻ്റെ തോട്ട്സ് കറക്റ്റ് ആണോ എന്നുള്ളതെല്ലാം എനിക്കും മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം, നാളത്തെ എപ്പിസോഡിന് ശേഷം. അതുവരേക്കും സന്ധിക്കും വരെ വണക്കം, ബൈ.